Hi friends, welcome back to our English class. So, മക്കളെ നോക്കൂ, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ലെജൻഡ് ഓഫ് നോർത്ത്ലാൻഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ആക്ച്വലി നമ്മൾ ആ ഒരു പോം എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പൊ ഇനി ആക്ച്വലി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ പോയറ്റിക് ഡിവൈസസ് ആണ്. നിങ്ങൾ ഓൾറെഡി പോം പഠിച്ചു കഴിഞ്ഞു, അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തു കഴിഞ്ഞു. ഇനി പെൻഡിങ് ഉള്ളത് ആകെ എന്താണ്? ഇറ്റ്സ് ദ ഡിവൈസസ് ഓൺലി റിമൈനിങ്, റൈറ്റ്? സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ഡിവൈസസ് ഓഫ് ദ പോം. അപ്പൊ ബിഫോർ ബിഗിനിങ് ദ പോയറ്റിക് ഡിവൈസസ്, ലെറ്റ്സ് ലേൺ വാട്ട് ഈസ് അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, പോയറ്റിക് ഡിവൈസസ് ആർ ലിറ്ററലി ഡിവൈസസ് ദാറ്റ് ആർ യൂട്ടിലൈസ്ഡ് ഇൻ പോയട്രി. സോ വി നോ ദാറ്റ് നമ്മൾ ആ ഒരു പോം എന്താണ്, പോം എഴുതുന്നതിനുണ്ട് ഒരു പ്രത്യേക റൂൾസ്, കാര്യങ്ങൾ, അതിന് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് യൂസ് ചെയ്യേണ്ട ചില റൂൾസ്, സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പൊ ആ ഒരു സ്ട്രാറ്റജീസിനാണ് നമ്മൾ പൊതുവെ എന്ത് പറയാ, പോയറ്റിക് ഡിവൈസസ് എന്ന് പറയാം അല്ലേ. Now here let's see here, poetic devices such as structural, grammatical, rhythmic, verbal and visual features are used to construct a poem. So poetic devices such as structure അല്ലേ. അപ്പൊ നമുക്കറിയാം, നമ്മൾ പോം വായിക്കും, നമുക്ക് എന്ത് ചെയ്യും, ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഫീൽ ചെയ്യും അല്ലേ. ഫ്രീ വേർഡ്സ് ആയിട്ട് എഴുതുന്ന പോംസ് ഓഫ് കോഴ്സ് ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും എന്താണ്, ഒരു 95% ഓഫ് പോംസ് എന്താണ് വളരെ സ്ട്രക്ചർഡ് ആയിട്ട് എന്താണ് കൺസ്ട്രക്ട് ചെയ്ത് വരുന്ന പോംസ് ആണ് അല്ലേ. അപ്പൊ അതിന് പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ലൈക്ക് എന്താണ്, ഒരു 3 സ്റ്റാൻസ വിത്ത് എന്താണ് 4 ലൈൻസ്. അപ്പൊ പ്രോപ്പർ എന്തായിരിക്കും, അതൊരു ഘടന ഉണ്ടായിരിക്കും. ദെൻ ഗ്രാമാറ്റിക്കൽ, പ്രോപ്പർ ഗ്രാമാറ്റിക്കൽ റൂൾസ് ഫോളോ ചെയ്തിട്ടുണ്ടാവും. ദർ ഇസ് എ റിഥം അല്ലേ, അതിന് പ്രോപ്പർ ആയിട്ട് എന്തുണ്ടാവും, ഒരു താളം ഉണ്ടാകും, ഒരു റിഥം ഉണ്ടാവും അല്ലേ. നോക്കി, നെക്സ്റ്റ് വൺ ഇറ്റ് ഇസ് വെർബ് അല്ലേ. നെക്സ്റ്റ് വൺ ഇസ് എന്താണ്, വിഷ്വൽ ഫീച്ചേഴ്സ്. അപ്പൊ നമുക്കറിയാം ഒരുപാട് ഇമേജസ് ഒക്കെ, അപ്പൊ അതായത് നമുക്ക് എന്താണ് ഇമാജിൻ ചെയ്യാൻ പറ്റാവുന്നത്, നമ്മൾ കേട്ടിട്ട് എന്താണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാവുന്ന ഓഡിറ്ററി ഇമേജസ്, നമുക്ക് സ്പെൽ ചെയ്യാൻ പറ്റാവുന്നത്, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാവുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് ഇമേജറീസും എന്ത് ചെയ്തിട്ടുണ്ടാകും, യൂസ് ചെയ്തിട്ടുണ്ടാകും പോയട്രിയിൽ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് എന്താ നമ്മുടെ പോം ഒരു വൻ സംഭവമാക്കി മാറ്റാം. ഓക്കെ, അതാണ് ഇൻ ഷോർട്ട്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു പോം എന്താണ് വളരെ അടിപൊളിയാക്കുക, അല്ലെങ്കിൽ എന്താ വൻ സംഭവമാക്കി മാറ്റാൻ നമ്മുടെ പോയറ്റ്സ് എന്തൊക്കെ ട്രിക്സ് ഉപയോഗിക്കുന്നുണ്ടോ, എന്തൊക്കെ ഡിവൈസസ് ഉപയോഗിക്കുന്നുണ്ടോ, അതിനൊക്കെ we call എന്താണ് poetic devices. Okay, so next see here, they are necessary instruments for a poet to generate rhythm, enhance the meaning of a poem or emphasize a mood or sensation. So ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഒരു പർപ്പസ് എന്താണ് എന്നുള്ളത്. നമ്മൾ ആ ഒരു പോം എന്താണോ അതിന്റെ ഒരു തീം അല്ലെങ്കിൽ അതിന്റെ ഒരു അർത്ഥം, അതിന്റെ മീനിങ് കുറച്ചുകൂടി എന്താണ് വളരെ എക്സാഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് വർണ്ണിച്ച് നമുക്ക് അതിനൊന്ന് വിശദീകരിച്ച് എന്താണ് ഒന്നുകൂടി ഡീപ്പായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പൊതുവെ എന്ത് ചെയ്യുക, ഈ പോയറ്റിക് ഡിവൈസസ് ഉപയോഗിക്കുക. ഒന്നുകൂടി അതിന്റെ ഭംഗി കൂട്ടാം എന്നൊക്കെ നമ്മൾ പറയില്ല, അതിന്റെ ഒരു ആഴം കൂട്ടാം. അതിനാണ് പൊതുവെ എന്ത് ചെയ്യുക, ഈ ഡിവൈസസ്, ഈ പോയറ്റ്സ് യൂഷ്വലി യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് ഡിവൈസസ് യൂസ് ചെയ്തത്, ഏതെല്ലാം സ്റ്റാൻസിലാണ് യൂസ് ചെയ്തത്. അപ്പൊ വളരെ എക്സാക്ട് ആയിട്ട് നമ്മൾ എന്താണ് ഫിൽറ്റർ ചെയ്തിട്ടാണ് ഈ ഒരു പോയറ്റിക് ഡിവൈസസ് ഞാൻ എടുത്തത്. നമ്മൾ സ്റ്റാൻസ വൈസ് എന്തെല്ലാം നോക്കിയിട്ടല്ല പഠിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ എന്താണ് എക്സാം പർപ്പസിനുള്ള വീഡിയോ ആയതുകൊണ്ട് നമ്മൾ ആ ആൻസേഴ്സ് മാത്രമാണ് എന്ത് ചെയ്ത് എഴുതിയിരിക്കുന്നത്. സോ ഇവിടെ നോക്കൂ നിങ്ങൾ, ലെജൻഡ് ഓഫ് നോർത്ത്ലാൻഡ് by Carey uses similarly alliteration, apostrophe and dialogue etc. So these all devices are used in the poem. ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ we begin with എന്താണ്, assonance ഓടാണ് നമ്മൾ തുടങ്ങുന്നത്. നോക്കൂ, what is assonance? ആക്ച്വലി എന്താണ് assonance എന്ന് പറയുന്നത്? നമുക്കറിയാം അസനൻസും ഉണ്ട്, അതേപോലെ കൺസണൻസും ഉണ്ട് അല്ലെ. അസനൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് ലെറ്റേഴ്സ്, ആൻഡ് വെൻ യു സീ ദ ലെറ്റേഴ്സ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ യു നോ ദ ലെറ്റേഴ്സ് ആർ എന്താണ് ആക്ച്വലി വവൽസ് ആണ് അല്ലെ. സോ വവൽസ് എന്ന് നമുക്കറിയാം എ ഇ ഐ ഒ യു. സോ എപ്പോഴാണ് നമ്മളൊരു ലൈൻ വായിക്കുന്ന സമയത്ത്, വെൻ വി ഗോ ത്രൂ എ ലൈൻ, നമ്മളൊരു ലൈൻ വായിക്കുന്ന സമയത്ത് ആക്ച്വലി എപ്പോഴാണ് 2 വവൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, ഒരേ ലൈനിൽ വാക്കുകളുടെ തുടക്കത്തിൽ. അപ്പൊ ആക്ച്വലി എന്താണ്, നിങ്ങൾ വാക്കുകളുടെ തുടക്കത്തിൽ എന്തെങ്കിലും നോക്കേണ്ട ആവശ്യമില്ല. അസനൻസ് ആകുന്ന സമയത്ത് സെയിം ലൈനിൽ എങ്ങനെയാണ് വവൽ സൗണ്ട്സ്, സെയിം വവൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, അവിടെ നമുക്ക് എന്ത് പറയാം, അസനൻസ് ആണ് യൂസ് ചെയ്തതെന്ന് പറയാം. ഇവിടെ നോക്കിയേ നിങ്ങൾ, എവൈ ആൻഡ് എവേ അല്ലേ. സോ ഇവിടെ നോക്കൂ, നമുക്ക് we know the sound, it is a and we know this is എന്താണ്, വോവൽ സൗണ്ട് ആണ്. അപ്പൊ ആക്ച്വലി ഇവിടെ എന്ത് ചെയ്ത് വന്നിട്ടുണ്ട്, the vowel sound is repeated. അപ്പൊ ഇത് എന്തിന് എക്സാമ്പിൾ ആണ്, it is the example of assonance. Okay, നെക്സ്റ്റ് നോക്കിയേ നിങ്ങൾ, alliteration ആണ്. And we know what is alliteration. Alliteration actually എന്താ, ഇവിടെ നോക്കിയേ നിങ്ങൾ, these are the example. അപ്പൊ before എന്താണ് telling the example, അല്ലെങ്കിൽ before teaching the example, let me tell you what is alliteration. നമ്മൾ assonance എന്താ പറഞ്ഞത്, നമ്മൾ ഒരേ ലൈനിൽ എവിടെയാണ് vowel sounds റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, സെയിം vowel sounds റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന് we call എന്താണ് assonance. അങ്ങനെ alliteration ആകുന്ന സമയത്ത് ഒരേ ലൈനിൽ, the same ലൈനിൽ നമ്മൾ നോക്കുന്ന സമയത്ത്, നമ്മൾ വേർഡ്സ് വായിക്കുന്ന സമയത്ത് ബിഗിനിങ് ലെറ്റേഴ്സ് സെയിം കൺസൺസ്, സെയിം
കൺസണന്റ് ലെറ്റേഴ്സ് ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതെങ്കിൽ we call it as alliteration. അപ്പൊ നോക്കിയേ ഇവിടെ നിങ്ങൾ ഇതിന്റെ എക്സാമ്പിൾ നോക്കണേ. സ്റ്റാൻസ 1 നോക്കാൻ നമുക്ക് കാണാൻ പറ്റും that and they. So we know that എന്താണ് t is എന്താണ് ഒരു കൺസണന്റ് സൗണ്ട് ആണ്. So t കൺസണന്റ് സൗണ്ട് is എന്താണ് ആ വേർഡ്സിന്റെ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് യു ലുക്ക് ഹിയർ them and throw. അവിടെ എന്താണ് ട് സൗണ്ട് തന്നെയാണ് എന്ത് ചെയ്തത് റിപ്പീറ്റ് ചെയ്ത് വന്നത്. അപ്പൊ അവിടെയും ആക്ച്വലി എന്താണ് വേർഡിന്റെ ബിഗിനിങ്ങിൽ ദ ഫസ്റ്റ് ലെറ്റർ ആണ് എന്ത് ചെയ്തത് ഇറ്റ് ഈസ് റിപ്പീറ്റഡ്. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ ആണ് എന്ത് ചെയ്തത് ഇറ്റ് ഈസ് റിപ്പീറ്റഡ്. നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ദേ ആൻഡ് ദ. സെയിം നെക്സ്റ്റ് സ്റ്റാൻസിൽ എന്താണ് ട് സൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നോക്ക് നിങ്ങൾ ലുക്ക് ലൈക്ക് എന്ന് പറയുന്ന സമയത്ത് വിച്ച് ലെറ്റർ ഈസ് റിപ്പീറ്റഡ് ഇറ്റ് ഈസ് റിപ്പീറ്റഡ് എന്താണ് എൽ ആണ് റിപ്പീറ്റ് ചെയ്തത്. ഓക്കെ, ലുക്ക് ലൈക്ക് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഇറ്റ് ഇസ് എൽ റിപ്പീറ്റഡ്. ഓക്കെ, എൽ ആണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്താണ് ഫണ്ണി ആൻഡ് ഫഴി. ഓക്കെ, സോ ഇവിടെ എന്താണ് ഫ് എന്ന് പറയുന്ന ഒരു സൗണ്ട് ആണ് അല്ലെങ്കിൽ ലെറ്റർ ആണ് എന്ത് ചെയ്ത് ആക്ച്വലി നമ്മൾ ഇംഗ്ലീഷ് എപ്പോഴും ലെറ്റേഴ്സിനേക്കാൾ നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്തിനാണ് സൗണ്ട്സിനാണ്. ഓക്കെ, കാരണം എന്താണ് നമ്മൾ ചിലപ്പോൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ഡിഫറെന്റ് ആയിരിക്കും. സോ വി ഓഫൻ സേ സൗണ്ട്സ്. ഓക്കെ, സോ ഇവിടെ എന്താണ് ആക്ച്വലി ഫ് എന്നുള്ള ആ ഒരു സൗണ്ട് ആണ് എന്ത് ഇറ്റ് ഇസ് റിപ്പീറ്റഡ് ഹിയർ. നൗ ദ തേർഡ് സ്റ്റാൻസ when we go to the third stanza it is the sound. Okay, that is also എന്താണ് it is repeated there. Next one it is ear sound ആണ്. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് yet and you എന്താ റിപ്പീറ്റ് ചെയ്ത് വന്നത് ear എന്ന് പറയുന്ന ഒരു ശബ്ദം ലെറ്റർ എന്ത് ചെയ്തിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഹിയർ സി എൽ സൗണ്ട് ഇസ് റിപ്പീറ്റഡ് ആൻഡ് ലേൺ ആൻഡ് ലിസൺ. ദെൻ ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ടെൽ ആൻഡ് ടെയിൽ. നെക്സ്റ്റ് നോക്കൂ ഇവിടെ സ്റ്റാൻസ 5 വ സൗണ്ട് ഇസ് റിപ്പീറ്റഡ് ആൻഡ് വുമൻ ആൻഡ് വാസ്. നെക്സ്റ്റ് ഇറ്റ് ഈസ് them and the t sound, the th sound and the letter t is repeated there. Next one stanza 6 it is first sound is repeated by faint and fasting. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അലിട്രേഷനും കൺസണൻസും തമ്മിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് അലിട്രേഷൻ എന്ന് പറയുമ്പോൾ ഡിഫറൻസ് എന്താണ് സെയിം ലൈൻ തന്നെയാണ് പക്ഷെ വാക്കുകളുടെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും റിപ്പീറ്റ് ചെയ്തത്. കൺസണൻസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഇതേപോലെ കൺസണന്റ് സൗണ്ട്സ് ആയിരിക്കും പക്ഷെ അത് എവിടെയും ആകാം ഒരു ലെറ്ററിന്റെ തുടക്കമാകാം മറ്റു ലെറ്ററിന്റെ എന്താണ് അവസാനമാകും. അങ്ങനെ ആവുന്ന സമയത്ത് we can call that as a consonants. Okay, but here it is alliteration. Since this is alliteration the first letter should be same ആയിരിക്കണം. ആദ്യത്തെ അക്ഷരം ആയിരിക്കണം എന്ത് ഇവിടെ സെയിം ആയിരിക്കണ്ടേ. നെക്സ്റ്റ് വൺ നോക്കൂ still and smaller. സ് എന്ന് പറയുന്ന സൗണ്ട് ആണ് എന്ത് ഇറ്റ് ഇസ് റിപ്പീറ്റഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കേ took and tiny. ട് എന്ന് പറയുന്ന ശബ്ദമാണ് എന്ത് ഇറ്റ് ഇസ് റിപ്പീറ്റഡ് ഹിയർ. നെക്സ്റ്റ് വൺ എന്താ ഇറ്റ് ഇസ് seem and small. സ് സൗണ്ട് ആണ് എന്ത് ഇറ്റ് ഇസ് റിപ്പീറ്റഡ് ഹിയർ. നെക്സ്റ്റ് വൺ built and birds by boring. Then boring then day and try. This sound is repeated. Next in the 15th stanza the her sound is repeated by her and it is നോക്കൂ head ആണ്. So her എന്ന് പറയുന്നത് എന്താണ് the first letter h ആണ്. head എന്ന് പറയുമ്പോൾ എന്താണ് the first letter it is h. Okay, the last one it is tree still this. Okay, t എന്ന് പറയുന്ന ശബ്ദമാണ് എന്ത് ചെയ്തത് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. Okay, so എന്താണ് these are the examples of alliteration. So alliteration ഒരു എന്താണ് ബൾക്ക് ആയിട്ടുള്ള എക്സാമ്പിൾ എന്തുണ്ട് ഈ പറയുന്ന ഈ ഒരു പോയത്തിൽ ഉണ്ടല്ലേ. So hope this will be useful for you people. നെക്സ്റ്റ് നോക്കൂ it is repetition ആണ്. repetition എങ്ങനെയാ വന്നിരിക്കുന്നത് നോക്കൂ ഏതെല്ലാം വേർഡ്സ് ആണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് നമ്മുടെ പോയത്തിലും. ഇവിടെ നമ്മൾ പറഞ്ഞു എന്തിനാണ് റിപ്പീറ്റ് ചെയ്യുന്നത് ആക്ച്വലി when the poet wants to emphasize something, when the poet wants to emphasize the meaning or the theme or the mood of the poem he uses repetition. നമുക്കറിയാം നമ്മുടെ സംഗതി എന്താണ് നമ്മൾ സംസാരിക്കുമ്പോൾ when we talk we repeat some words അല്ലേ. അതെന്തിനാണ് അതിന്റെ പഞ്ച് കൂടാൻ വേണ്ടി നമ്മൾ വീണ്ടും 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 നമ്മൾ അത് എടുത്തങ്ങ് പറയില്ല. നമ്മൾ പബ്ലിക് ലെവലൊക്കെ എത്ര റിപ്പീറ്റ് ചെയ്യും ചില കാര്യങ്ങൾ ഇത് ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് ലൈക്ക്. അപ്പൊ ഇവിടെ എന്താണ് ആ ഒരു മീനിങ് എംഫസൈസ് ചെയ്യാൻ വേണ്ടിട്ട് എന്താണ് ഇറ്റ് ഇസ് റിപ്പീറ്റിംഗ് ഹിയർ. സോ എക്സാമ്പിൾസ് ഓഫ് റിപ്പീറ്റേഷൻ കംസ് ആസ് ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് away. away ആണ് the first one in the repetition example. next one it is rolled and rolled. Okay, second one എന്താണ് it is rolled and rolled. Then the next one it is boring and boring and the last one it is boring. Okay, അപ്പൊ this stanza was difference ആണ്. നോക്ക് boring എന്ന് പറയുന്ന വാക്ക് എന്താണ് stanza 13 എന്ത് ചെയ്തിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. stanza 16 എന്താണ് boring എന്നുള്ള വാക്ക് എന്ത് ചെയ്തിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് വൺ എന്താ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇറ്റ് ഇസ് സിമിലി ആണ്. സിമിലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഞാനും റിപ്പീറ്റ് ചെയ്ത് പറയാണ് ദിസ് ഇസ് എന്താണ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയറ്റിക് ഡിവൈസ് ആണ് സിമിലി എന്ന് പറയുന്നത്. സിമിലി അലിട്രേഷൻ എന്താണ് വരാത്ത ഒരു എക്സാം ഉണ്ടാവില്ല ബിക്കോസ് ദിസ് എന്താണ് ഇറ്റ്സ് വെരി കോമൺ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കോമൺ ആയിട്ടുള്ളതാണ് ഈ രണ്ട് പോയറ്റിക് ഡിവൈസസ്. സോ ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അല്ലെങ്കിൽ ലേൺ എന്താണ് സിമിലി. സിമിലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ കമ്പാരിസൺ റൈറ്റ്. ഇറ്റ്സ് എ കമ്പാരിസൺ
കമ്പാരിസൺ ആണ്. ഹൗ ഡു വി കമ്പയർ? നമ്മൾ എങ്ങനെയാണ് രണ്ട് വസ്തുക്കളെ കമ്പയർ ചെയ്യുന്നത്? സോ നോക്കി ഇവിടെ when we use like or as, when we compare two things by using like or as ഉപയോഗിച്ചിട്ട് when we compare two things, രണ്ട് കാര്യങ്ങൾ നമ്മൾ like or as ഉപയോഗിച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? സിമിലി എന്ന് പറയാം. Okay, next നോക്കിയേ നിങ്ങൾ, children look like bears cubs. Okay, children look like bears cubs. അപ്പൊ കുട്ടികൾ എന്തിനോടാണ് കമ്പയർ ചെയ്യുന്നത്? they look like എന്താണ്? bear cubs. Okay, കരടി കുട്ടികളെ പോലെയുണ്ട്. നെക്സ്റ്റ് നോക്കിയേ, bake it as thin as wafer. സോ ഇവിടെ നോക്കൂ, as ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ആസും ലൈക്കും എന്താണ്? ആസും ലൈക്കും ഉപയോഗിച്ചുള്ള കമ്പാരിസൺ ആണ് നമ്മൾ എന്ത് പറയാ? സിമിലി എന്ന് പറയാം. നെക്സ്റ്റ് എന്താണ്? clothes were burnt as black as coal. എങ്ങനെയാണ് തുണി കത്തിയത്? കറുത്ത ചാരം പോലെ ചാർക്കോൾ പോലെ കത്തിയിട്ടുണ്ട്. സോ ആസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ രണ്ട് വസ്തുക്കളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് when we use എന്താണ്? as or like, it is called എന്താണ്? simile, right? Okay, next one എന്താണ്? it is irony ആണ്. irony എന്താണ്? expressing something that is opposite to the actual thing. Okay, വളരെ എന്താണ്? ഒരു വിപരീതമായിട്ടുള്ള, ശരിക്കുള്ള റിയാലിറ്റി എന്താണ്? അതിന്റെ വിപരീതമായിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ഇവിടെ നോക്കുക അതിന്റെ എക്സാമ്പിൾ. my cakes that seem so small when I eat them myself are yet too large to give away. my cakes that seem so small when I eat them myself. ഞാൻ കഴിക്കുന്ന സമയത്ത് എന്താണ്? എന്റെ കേക്ക്സ് എനിക്ക് ചെറുതായിട്ടാണ് തോന്നുന്നത്, പക്ഷെ മറ്റൊരാൾക്ക് കൊടുക്കുന്ന സമയത്ത് എന്ത് സംതിങ് ബിഗ് അല്ലേ, ഒരു എന്താണ്, ഒരു എത്രോ kg എന്താണ് വെയിറ്റ് എനിക്ക് തോന്നും. സോ ആ ഒരു റിയാലിറ്റി when I eat myself, it feels, അല്ലെങ്കിൽ I feel എന്താണ്? it is too small, വളരെ ചെറുതാണെന്ന് തോന്നും. but when I want to give that to someone else, മറ്റൊരാൾക്ക് കൊടുക്കുന്ന സമയത്ത് I feel like that is too big, അല്ലേ, വളരെ വലുതായിട്ട് എന്ത് ചെയ്യും? എനിക്കത് തോന്നാറുണ്ട്. അപ്പൊ ആക്ച്വലി എന്താണ് ആ ഒരു കമ്പാരിസൺ? ഐറണി പറഞ്ഞ എന്താണ്? റിയാലിറ്റി എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ പറയും. സോ these were the devices which I wanted to teach you today from the poem A Legend of Northland. so hope it is clear to you all. വളരെ എക്സാമിന് വളരെ ക്യാപ്സ്യൂൾ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി എന്തായിരിക്കും കൂടുതൽ ഇങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ പബ്ലിക് ലൈവിന് ശേഷം നിങ്ങളുടെ കോണ്ടന്റ് വീഡിയോ എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി എന്താണ്? ബേസ്ഡ് ഓൺ ദ ചാപ്റ്റർ വിച്ച് യു ഹാഡ് സ്റ്റഡി ദ പ്രീവിയസ് ഡേ. നിങ്ങൾ തലേ ദിവസം പഠിച്ചിട്ടുള്ള പാഠമായിരിക്കും, അല്ലെങ്കിൽ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എന്താ പറ്റിയ കോണ്ടന്റ് വീഡിയോ വരുന്നത്. സോ ഹോപ്പ് ദിസ് ഇസ് വെരി യൂസ്ഫുൾ ടു യു പീപ്പിൾ. അപ്പൊ എന്താണ് ഇതേപോലുള്ള മറ്റ് വീഡിയോസുമായിട്ട് സോ ഐ വിൽ ബി ബാക്ക്. സോ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു എന്താണ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.